ഏയ് ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ എന്താ പറയുക, വലിയ സന്തോഷമൊന്നുമില്ല. കാരണം നമ്മുടെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. രാവിലെ തന്നെ ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. എല്ലാ വർഷവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും. നമ്മുടെ എന്താ പറയുക, ഒരു പിറന്നാളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഇപ്പോൾ പോയി. കാരണം നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നു പോലുമില്ല. ഇപ്പോൾ കുഞ്ഞായതിനു ശേഷം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. രാവിലെ ഒന്ന് ജസ്റ്റ് ഒരു സമാധാനത്തിനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തൊക്കെയൊക്കെയോ ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം എന്ന് കരുതി ഞാനും അഖിലേട്ടനും മോളും അമ്മയും കൂടി ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഞങ്ങൾ എന്താ പറയുക, ബത്തേരിയുള്ള അമ്പലത്തിൽ പോയി. അതായത് മാരിയമ്മൻ കോവിലിലൊക്കെ പോയി, ഗണപതി അമ്പലത്തിലൊക്കെ പോയി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി. ഗണപതി അമ്പലത്തിൽ പോയപ്പോൾ ഭയങ്കര ഒരു സമാധാനം കേട്ടോ. കാരണം അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ശരിക്കും നമ്മൾ അമ്പലത്തിൽ പോകുന്നത് തന്നെ എന്തിനാ, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ നെഗറ്റീവ്സൊക്കെ ഒന്ന് പോയി പോസിറ്റീവ്സൊക്കെ ഒന്ന് വന്ന് നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കും. അഖിലേട്ടൻ പറഞ്ഞു തേങ്ങ ഒന്ന് മുട്ടറക്കാം, എല്ലാ ദോഷവും അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് തേങ്ങയൊക്കെ മുട്ടറുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. വേഗം തന്നെ വരേണ്ടി വന്നു, കാരണം അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത